സംസ്ഥാനത്ത് അടുത്ത 3 മണിക്കൂറിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞാൽ അപ്പോൾ ഒരു 2 മണിക്കൂർ കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ടയിലും കോട്ടയത്തും എറണാകുളത്തും ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണുള്ളത്. അങ്ങനെ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. TS ഹരീഷ് വിവരങ്ങൾ വേണ്ട. ഹരി, കൃത്യം ഏകദേശം എത്ര സമയം വരെ ശക്തമായ മഴ പ്രതീക്ഷിക്കണമെന്നാണ് മുന്നറിയിപ്പ്? വരും ദിവസങ്ങളിലെ കാലാവസ്ഥാ പ്രവചനം കൂടിയുണ്ടോ? ഈ വേനൽ മഴയാണ് ഇങ്ങനെ സജീവമായി പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പുള്ളത്. ഇപ്പോൾ അവസാനം 4 മണിക്ക് വന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിലാണ് ഈ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് കൊണ്ടാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നത്. ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിലൊക്കെ മലയോര മേഖലകളിലൊക്കെ കൃത്യമായ ജാഗ്രത വേണമെന്നുള്ളൊരു അറിയിപ്പുണ്ട്. ഏകദേശം നല്ല കാറ്റിനുള്ള സാധ്യതയുണ്ട്. 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലൊക്കെ കാറ്റ് വീശാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ മലയോര മേഖലകളിൽ താമസിക്കുന്നവരൊക്കെ കൃത്യമായ ജാഗ്രത പാലിക്കണമെന്നുള്ള അറിയിപ്പാണുള്ളത്. വേനൽമഴ ഇങ്ങനെ സജീവമായി തുടരുമെന്ന് നേരത്തെ തന്നെ അറിയിപ്പുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 4 മണിക്കുള്ള അറിയിപ്പെന്ന് പറയുമ്പോൾ ഒരു 7 മണി വരെയാണ് ഇങ്ങനെ ഈ ഒരു ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുക. അതിനുശേഷം എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുതുക്കിയ നിർദ്ദേശങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല വരും ദിവസങ്ങളിലും വേനൽമഴ ഇങ്ങനെ സജീവമായി തന്നെ തുടരുമെന്നുള്ള ഒരു അറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്.